முருகா என்ன தாத்தா? காரம் ஜாஸ்தி போடாதடா கட்டா. காரமே போடலையே. ரொம்ப நல்லதா போச்சு. தாத்தா தம்பி நான் சுத்திட்டு வரேன். சரி. அம்ஜி அம்ஜி சாராகுட்டி அச்சாயனா யார் நீங்க? என்ன வேணும்? ஆரா எந்த வாடு? 15வது பிரிவு. மன்னிச்சிடுங்க யஷ்மா. நீ வாடி. അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? ഉണ്ട്. അച്ഛാ ആരാ? ഗുരുവാ യഷ്മ, ലാടഗുരു. എന്നാ? അത്താഴ പ്രശ്നിക്കാരുണ്ടോന്ന് ചോദിച്ചു. ഒന്നും കഴിക്കലേ. ഒരു പതിവ് ചോദ്യം ചോദിച്ചെന്നേ ഉള്ളൂ. തരാനിപ്പോ ഇവിടെ ഒന്നുമില്ല. ശരി വരാം യഷ്മ. നാളെ ചോറ് കരുതി വെക്കാം. വരണം. ശരി. എനിക്ക് നന്നാവാനാ ഞാൻ പോലീസായത്, അല്ലാതെ നാട് നന്നാക്കാനല്ല. ഇപ്പൊ കള്ളു കുടിച്ചിട്ട് കാശ് കൊടുക്കാതെ പോകാം, നാക്കു ചൊറിയുമ്പോ നാട്ടുകാരെ തെറി പറയാം. പരമസുഖം. ഓടി ശ്രാമ്പ എന്ന് പറഞ്ഞ ആടി വിലസാം. ഇവിടെ കിടന്ന് വിലച്ച വാസുവിന്റെ കഥ അറിയാമല്ലോ. ഒന്നും അറിയാനില്ല. ഇപ്പൊ തിരിച്ചു കയറും വാസു സർക്കിളായിട്ട്. ബഷീറാ ഇപ്പൊ മന്ത്രി, നമ്മുടെ പാലാ ബഷീർ. കഞ്ചാവുണ്ടോടാ കയ്യിൽ? ഇല്ല യഷ്മ. ഈ യശമാനെന്ന് നൈറ്റാ. വശക്കേടായിട്ട് ഇവിടെങ്ങാനും കണ്ടാ നിന്റെ ലാടം ഞാൻ ഊരുവടാ ലാടാ. പൈത്യക്കാരൻ. പഴയ പോലീസ് അല്ല ഇനി. ഭരണം മാറി. ഒതുക്കി വെച്ചിരിക്കുന്ന കേസുകളെല്ലാം പൊക്കും. വരത്തന്മാരെ എല്ലാം അകത്താക്കും. പൊന്നിച്ചെട്ടി ഓട്ടിയെട്ടിയൊക്കെ സൂക്ഷിച്ചോ. സാറാക്കുട്ടി ശൗരിയുടെ അമ്മച്ചിയും മരിച്ചതിന്റെ പുറകിലുള്ള എല്ലാ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരും. ബഷീറ മന്ത്രി, ശൗരിയുടെ അമ്മച്ചിയും പെങ്ങളുമാ മരിച്ചത്. ഓർത്തോ? എനിക്ക് ജീവിക്കാൻ വേണ്ടിയല്ലപ്പ ഞാൻ നാടുവിട്ടത്. പോലീസ് പിടിയിലായ ശിക്ഷിക്കും, തൂക്കിലേറ്റുകയോ ജയിലടക്കി വെച്ചു. ദൂരെ എവിടെയെങ്കിലും പോയി ആരും അറിയാതെ ജോലി ചെയ്ത് 10 കാശ് സമ്പാദിച്ച് എപ്പോഴെങ്കിലും വന്ന് അമ്മച്ചയും സാറാക്കുട്ടിയും കൂട്ടി എങ്ങോട്ടെങ്കിലും പോകാമെന്ന് കണക്കൂട്ടിയ തെറ്റിച്ചില്ല എല്ലാം. സാറാക്കുട്ടി, നിന്നെ കെട്ടിച്ചൂടാൻ കാശും കൊണ്ട് അച്ചായം വന്നത്. ഇച്ചിരി കഞ്ഞിതായോ എനിക്ക്? വാസു, ഞാനാ വാസു. ശൗരി. ശൗരി എപ്പോ എത്തി? ഇത്രയും കാലം നീ എവിടെയായിരുന്നു? എന്റെ അമ്മച്ചിയും സാറാക്കുട്ടി എങ്ങനെയാ മരിച്ചേ? ഇനിയിപ്പോ അതൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല ശൗരി. വിഷം കുടിച്ചാ മരിച്ചത്. നീ എവിടാന്ന് വെച്ച് അറിയിക്കാന് നേരത്തോട് നേരം കാത്തു. കൈമൾ അദ്ദേഹവും ഞങ്ങളൊക്കെ ചേർന്ന് അടക്കം ചെയ്തു. തലേന്ന് പൊന്നിച്ചട്ടിയുടെ വീട്ടിൽ സാറാ പോകുന്നത് കണ്ടവരുണ്ട്. അവള് പാടത്ത് ഒറ്റക്കിരുന്ന് കരയുന്നത് കണ്ട് നമ്മുടെ ജവഹരൻ കാര്യം അന്വേഷിച്ചു. അവളൊന്നും പറഞ്ഞില്ല. പിറ്റേന്ന് ആരാ വാസു ഈ പൊന്നിച്ചട്ടി? എന്താടാ സട്ട? പണം താണ്ടാ സട്ട. മുതലാളി രക്ഷിക്കണം. തന്റെ കയ്യില് വെച്ചുക്കോ. മലയാളം അറിഞ്ഞൂടാ. സർദാന വക്കീല് വളരെ ശരിയാ മോനെ. കടം വാങ്ങിയത് നേരാ.
പാടം തിരിച്ചു കിട്ടിയ പണി ചെയ്ത് ഞാൻ പലിശയും തീർത്ത് മടക്കി തന്നോളാം. മടക്കി മടക്കി എങ്കടാ മടക്കരുത്, മടക്ക വന്നിട്ടാണ് പറഞ്ഞത് കേട്ടില്ലേ? ഒന്ന് പോടാ. ഓടാ. കല്യാണം കഴിച്ചില്ലേ? ഭാര്യയുടെ പേരെന്താ? അപ്പൊ 2 കല്യാണം കഴിച്ചില്ല. നമസ്കാരം മുതലാളി. വക്കീലേ, ഓ. ഇതെന്താ കോലം? ഓലവല്ല മുതലാളി, ലാടന്മാരാ ആണ്ടൊഴിക്കാൻ വന്നിട്ട് പോകും. ഈ ചെപ്പിടി വിദ്യകളും കൈവിദ്യകളും ഒക്കെ ഉണ്ട്. കൊയ്ത്താകുമ്പോ വരൂ, വീട് തോറും കയറി ഇറങ്ങും. ഇത്തിരി ജോത്സ്യം നാടി ചികിത്സയൊക്കെ ഉണ്ട്. അപ്പടിയാ? ആ പോങ്ക പോങ്ക. പോടാ പോ. ഊരുകണ്ടികളാ മുതലാളി. ആമാ, പക്ഷേ ഊരിലെ തെണ്ടികളല്ല. തനിക്ക് എന്താണോ വേണ്ടത്? എനിക്ക് എംജാന്റെ പടം വേണം. അത് മുതലാളി വിചാരിച്ച എംജിആർ പടമാ? പാപ്പോ പാപ്പോ അങ്ങനെ പടമുണ്ടോ? മതി പാപ്പെങ്കിൽ പാപ്പോ. ഇന്നെ പോസ്റ്റ് ഒട്ടിച്ചളയാ പാപ്പോ. എന്റെ കാക്കി തിരിച്ചു കിട്ടിയിട്ടെ ഞാനിനി അവനെ കാണും. നിന്റെ അമ്മച്ചിയും സാറയും മരിച്ച കേസിൽ ഞാൻ അവനെ ചോദ്യം ചെയ്തു എന്നതാണ് എന്റെ കുറ്റം. ഞാൻ സസ്പെൻഷനിലായി. ഉടൻ തിരിച്ചു കയറും. ആ, നമ്മുടെ ബഷീർ ഇപ്പൊ മന്ത്രിയാ. അറിഞ്ഞു. ഞാൻ ബഷീറിനെ കണ്ട് സംസാരിച്ചിരുന്നു. സസ്പെൻഷന്റെ കാര്യം ശരിയാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലിപ്പോ ആരാ താമസം വാസു? വീടിപ്പോ ചെട്ടിയാരുടെ കൈവശമാണ്. അയാളത് പുതുക്കി പണിതത്. വീട് പണയം വെച്ച് സാറ ചെട്ടിയാരുടെ കയ്യിൽ നിന്ന് കുറെ കാശ് കടം വാങ്ങിയിരുന്നു. എന്റെ അമ്മയുടെ ചികിത്സക്കും കച്ചവടത്തിനും ഒക്കെ ആയിട്ട്. കച്ചവടമൊക്കെ പൊളിഞ്ഞു, കടന്നു, പലിശയും. അങ്ങനെ ചെട്ടിയാര് വീട് ഒഴിപ്പിക്കും എന്ന് വന്നപ്പോഴാണ് അമ്മയും മോളെ ഈ പണി പറ്റിച്ചത്. നീ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവരിത് ചെയ്യുമായിരുന്നില്ല. അത് പോട്ടെ, നീ പോയാ ബഷീറിനെ ഒന്ന് കാണണം. കാലഹരണപ്പെട്ട കേസാ, എഴുതി തള്ളാവുന്ന കാര്യമേ ഉള്ളൂ. ആ കേസെല്ലാം പിൻവലിക്കാനുള്ള നീക്കമുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്റെ വീട് എനിക്ക് തിരിച്ചു വേണം വാസു. എന്റെ അപ്പനും അമ്മച്ചിയും പെങ്ങളും കഴിഞ്ഞിരുന്ന വീടാ. പാപ്പിയമാപ്പിളുടെ മകനായിട്ട് എനിക്ക് അവിടെ തന്നെ കഴിയണം. എല്ലാം നേരെയാക്കാം. ആ കേസൊന്ന് പിൻവലിച്ചോട്ടെ. എത്ര നാളിങ്ങനെ ഈ ലാടന്റെ വേഷത്ത് കഴിയാനാ? ലാഡർ ആദ്യമായി ഇവിടെ ഇല്ലയോ? ആ മഹേഷ്മ, നാട്ടിലെ ഊട്ടുവരെയായിരുന്നു ഒരു കാലത്ത് ഈ വീട്. ഇപ്പൊ എന്നാ ചഷ്മ? ഇപ്പോഴും അതുപോലെ തന്നെ. ഐശ്വര്യലക്ഷ്മി അല്ലേ അമ്മ? അന്നപൂർണേശ്വരി. അതെ അതെ, അർത്ഥപട്ടിണിയിൽ അന്നപൂർണേശ്വരിയും നിത്യദാരിദ്ര്യത്തിൽ മഹാലക്ഷ്മിയും. ഒരു നേരം ലാടന് അന്നമൂട്ടാൻ കഴിഞ്ഞല്ലോ എന്നുള്ള തൃപ്തിയിലാ ഞങ്ങള്. വരും എസ്മ, നല്ല കാലം വരും, കണ്ടിപ്പാ വരും. നാ വരേ എസ്മ. ആ. അമ്മാ, പഠിപ്പിൽ അടച്ചേക്കുമോളെ. പാർവതി കുഞ്ഞേ, ശൗരി, നോക്കാൻ ഏൽപ്പിച്ചു പോയതല്ലേ പാർവതി കുഞ്ഞേ? അമ്മച്ചി സാറാക്കുട്ടിയെ നോക്കിയില്ലല്ലോ. വേണ്ട, ഞാൻ പോവുക. ഇപ്പൊ ആരും അറിയണ്ട. പിടികിട്ട പുള്ളിയായിരുന്നു. ഞാനാണയിട്ടാൽ അത് നടന്ന് വിട്ടാൽ എന്താണിട്ടത്? കാണുമ്പോഴൊക്കെ പാപ്പം പാപ്പം എന്ന് പറയല്ലാതെ ആ ഒടുക്കത്തെ ചെട്ടിയാർ ഇവിടെ നടക്കുന്ന എന്താന്ന് പറഞ്ഞു കാണുകയില്ല. എന്റെ പൊന്നും വാദ്യാരെ, ഇന്ന് 5:30 ബോട്ടിനെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നില്ലെങ്കിൽ ഇവിടെ നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ആ കാണുന്ന പുഴയിലെ ഈ ചന്ദ്രാപ്പിരിക്കാര് ഉറുമിസിന് ചവ പോന്തു. അത് കാണാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ. അത് മാത്രല്ല, പിന്നീട് അവിടെ കിടന്ന് വെള്ളം കയറി വീർക്കുമ്പോ നാട്ടുകാർ പോലീസിനെ കൊണ്ടുവരും. വാഴപ്പോള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒഴുകി നടക്കും. കണ്ട പൊത്തലും നെത്തലും മാക്രിയും പാമ്പും എല്ലാം കൂടി കടിച്ചു വലിച്ച് താഴോട്ട് കൊണ്ടുപോകും. അവിടെ കിടന്ന് ഞാൻ ശ്വാസം മുട്ടി മരിക്കും. മരിച്ചില്ലേ? ഇല്ലേ? ഇല്ല. ഉങ്ങളുടെ വ്യാധി എന്നാ? വ്യാധി അല്ലല്ലോ ആടറെ, ആദ്യാണ്. 3 ദിവസമായി കളിക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് ഇതേവരെ പെട്ടിയെത്തിയില്ല. എണ്ണി പറയുകയാണെങ്കിൽ ഇന്നലെ വരെ 100-150 പേരുടെ ഇടിയും ഒരു 10-20 തൊഴിയും നല്ല പടക്കം പൊട്ടുന്ന മാതിരി 10-500 പെണ്ണുങ്ങളുടെ ആട്ടുതുപ്പും കിട്ടി. ഇന്നിതാ ഒരു കൊട്ടക കത്തിക്കാനുള്ള ശ്രമത്തില. കയ്യെ കുഞ്ഞം കാട്ടുക. എന്തിനാ കൈ വെട്ടാനാ? എന്നാ അത് കൂടി നടന്നോട്ടെ. അല്ല, ഇന്ന് നടക്കും. കൊട്ടക കത്തിക്കലോ? അല്ല യസ്മ, കളി നടക്കും. അതെയാ? ഉറപ്പല്ലാതെ? ഉറപ്പ്.
നമ്പിക്കലാന്നാ നമ്പിക്കില്ല. ആ. ഇന്നു മുതൽ നല്ല കാലം വരും. നല്ല കാലം വന്നല്ലേ വേണ്ടിയില്ല, പെട്ടി എത്തിയാ മതി. പെട്ടിയും വരും. വാ. ഞാനാണയിട്ടാൽ എന്റെ അണ്ണ തൊഴുതിട്ടാ വരുന്നത്. അതല്ല, മുതലാളിയെ തൊഴാൻ. എന്താ പാർവതി, സുഖം തന്നെ? അച്ഛൻ நல்லா இருக்கா? പോയിക്കോ. ഡേയ് വളിയ കൊടുക്കടാ, പോയിക്കോ. വക്കീല്, ഓ, ആ കുട്ടി നന്നായിട്ടുണ്ടല്ലോ. എല്ലാം ചെട്ടിയാരുടെ വെപ്പാട്ടികളാ. ഓരോ ബന്ധവും പറഞ്ഞ് കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുക. വലിയ വലിയ അതിഥികൾ പലരും എത്താറുണ്ട് ഇവിടെ. ദാനശീലനാ പൊന്നിച്ചട്ടി. അമ്പലത്തിനും പള്ളിക്കും നേർച്ചക്കാശ്, പാർട്ടികൾക്ക് പിരിവ്, വൻ തുകകളാ. നാട്ടുകാർക്കെല്ലാം അറിയാം ഈ വീടിനെ പറ്റി. പക്ഷെ നാവനക്കത്തില്ല. എല്ലാവരും പൊന്നിച്ചട്ടിയുടെ കടക്കാരാ. നായരുടെ പേര് പറഞ്ഞ് വക്കീലും ക്രിസ്ത്യാനിയുടെ പേര് പറഞ്ഞ് ചാക്കോയും പാടം തുണ്ട് തുണ്ടാക്കി ചെട്ടിയാർ കടിയറ വെച്ചു. സർക്കാർ റേഷൻ കടകൾ തുറന്നു. പക്ഷെ റേഷനൊക്കെ ചെട്ടിയാരുടെ ഗോഡൌണില. ഒന്നും പറയണ്ട എന്റെ ശൗരി. ഇനി ഇപ്പോഴത്തെ ഭരണം എന്തൊക്കെയാണാവോ ചെയ്യാൻ പോകുന്നത്. ഒന്നും അറിഞ്ഞുകൂടാത്തവൻ എന്തുമാകാമല്ലോ. MD നീയായിരുന്ന പേടിച്ചു പോയല്ലേ? എന്ത് ഇപ്പൊ വെറുതെ ഇരിക്കാണോ? ഇപ്പഴല്ല, കുറച്ച് ദിവസമായിട്ടൂടെ വെറുതെ ഇരിക്കുക. ആ, എന്നാ കുറച്ച് കരിയിലക്കി കൊണ്ടുപോവാ. എന്താ നിന്റെ അസുഖം? എന്റെ കോപ്പം. നിയമം നിയമം നിയമം. അങ്ങനെ ഒരു അസുഖമുണ്ടോ? ആ, അങ്ങനെ ഒരു രസമുണ്ട്. നിന്റെ പേരിന്റെ അറ്റത്തുള്ള ഈ ബിരുദം MD കരുതേച്ച് മാച്ചുകളാ. അയ്യടാ, മാച്ചുകളാനെ. അതെന്റെ ബിരുദമല്ലാന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അതെന്റെ ഇനീഷ്യലാ, MD, മഠത്തിൽ ദാമോദരൻ. ദാമോദരൻ എന്ന് പറയുന്നത് എന്റെ അച്ഛനാ. എടാ മടത്തി മരങ്ങോടാ. ഇനി ഇതൊന്നും പറഞ്ഞാൽ നടക്കത്തില്ല. പഞ്ചായത്തിൽ നിന്ന് ആള് വരുന്നുണ്ട് അന്വേഷിക്കാൻ. ഈ ബോർഡിന്റെ സ്ഥാനത്ത് നിന്നെ അവര് കെട്ടി തൂക്കും. ഓ, പിന്നെ ഞാൻ അറിയാത്തൊരു പഞ്ചായത്ത്. ആ, നീ അറിയാത്തൊരു പഞ്ചായത്ത്. എടാ ഭരണം മാറി ഹെൽത്ത് ഇൻസ്പെക്ടറാ വരുന്നത്. ഓ, ഈ ബിരുദം കരുതേച്ച് മായ്ച്ചാൽ നിന്റെ ശരീരം കരിക്കട്ടാകാതിരിക്കും. ഇല്ലേ ഞാൻ തന്നെ വരും നിന്നെ പൊക്കി കരുതേച്ച് ഇവിടെ തൂക്കാൻ. പിന്നെ ചികിത്സക്ക് എങ്ങനെയുണ്ട് വൈദ്യരെ? വൈദ്യരെ വൈദ്യരെ വിളിക്കുന്ന പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പണ്ടായിരുന്നില്ലേ? ഈ അടുത്ത കാലത്ത് പറഞ്ഞിട്ടില്ലോ. കരിയലക്ക് മായ്ക്കേണ്ടി വരുമല്ലേ? മായ്ക്കും. നമസ്തേ ടീച്ചർ. നമസ്തേ. പിള്ളേരെ, കുഞ്ഞമ്മോ, കഥ അച്ചടിച്ചു വന്നിട്ടുണ്ടല്ലോ. നിഴലിനെ വരിച്ച പെൺകുട്ടി കണ്ടില്ലായിരുന്നോ? ഇല്ല, അച്ചടിക്കൊന്ന് എഴുതിയിരുന്നു. കൊള്ളാൻ കേട്ടോ, ഞാൻ വായിച്ചു. ഞങ്ങളെ പറ്റി കുറച്ചുകൂടിയൊക്കെ എഴുതായിരുന്നു. ചരിത്രമേറെ പറയുന്ന വീട്ടിൽ ജനനം, ചാരിത്രത്തിന് കാവലായി വാളൂന്നി ജീവിച്ച കാരണവന്മാരും. ആദ്യത്തെ ഓർമ്മ ആയിരപ്പറ പാടത്താണ്. ഉഴലിനും നടിയലിനും കൊയ്ത്തിനും മെതിക്കുമിടയിൽ ശൗരിയോടൊപ്പം കളിച്ചു നടന്ന കാലം. ഇവൻ ഏതാ? നമ്മുടെ പാപ്പിയുടെ മോനാ. കഴിച്ചോടാ. നായ്ക്കും നസ്രാണിക്കും പ്രസാദം കൊടുക്കരുതെന്ന് ആ ചൊല്ല്. ആര് ചൊല്ലിന്ന? ഏതെങ്കിലും ഒരു ശുംഭം പറഞ്ഞു കാണും. തലമുറകൾ ഏറ്റു ചൊല്ലുന്ന വിവരക്കേടിനാ പഴഞ്ചൊല്ലെന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് എന്തോന്ന് ജാതി. അവര് പ്രസാദിച്ചാല് ഈശ്വരൻ പ്രസാദിച്ച പോലെ. ദുർവാശിയുള്ള പരദേവതകൾ ശപിച്ചു കാണും. നാട്ടുകാർക്ക് അന്നമൂട്ടി അറയൊഴിഞ്ഞ വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് നെടുവീർപ്പിട്ടു യൗവനം. കേട്ടോ പാപ്പി, അമ്മൂമ്മ പണ്ട് പറയുമായിരുന്നു, തനിക്ക് താനും പെരയ്ക്ക് തൂണുവന്നു. അന്നേ നോക്കിക്കണ്ട് കുറെയൊക്കെ അറ മാറ്റിയിട്ടിരുന്നെങ്കിൽ ഇന്ന് ഭിക്ഷ ചോദിക്കാതെ കഴിയാമോ. ആറ്റി കളഞ്ഞാലും അളന്നു കളയണമെന്ന്. ഏമാനും നല്ലതേ വരൂ. കർത്താവിന്റെ മുഖമായമാന്. കുരിശിലേറ്റുവോ പാപ്പി? കുരിശിലേറ്റിയാലും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമല്ലോ കർത്താവ്. ശൗരി,
തേവാരപ്പുരയിൽ കരിവിളക്ക് കത്തിച്ച് നെടുവീർപ്പുകൾ താമസിക്കുന്ന വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മനസ്സിനറിയാവുന്ന നാട്ടുവഴിയിൽ വല്ലപ്പോഴുമെങ്കിലും പാപ്പിച്ചേട്ടന്റെയും ശൗര്യയുടെയും നിഴലുകൾ എനിക്ക് കൂട്ടുവരാറുണ്ട്. നാടുറങ്ങുമ്പോൾ ആരും കേൾക്കാതെ അത്താഴ ഭക്ഷണക്കാരുണ്ടോ എന്ന് ചോദിച്ച് പടിപ്പുരയടച്ച് മാളിക മുകളിലെ മൂടലിൽ ചേക്കേറും ഞാൻ. മനസ്സിൽ മാംഗല്യം തുടികൊട്ടും. വളവര വെച്ച വള്ളമൂന്നി നീങ്ങുന്ന ശൗര്യയുടെ നിഴലുദിക്കും. കണ്ണടച്ച് ആ നിഴലിനെ വരിക്കും ഞാൻ. ഞങ്ങളെ ഉണർത്താൻ ഉദയം ഒരിക്കലും വരാതിരുന്നെങ്കിൽ. എന്തിനു പോകുന്നെന്നോ എങ്ങോട്ടെന്നോ ഒരു രൂപവുമില്ല. ആരോടും ഒന്നും മിണ്ടിയില്ല. കൂടെ ഉള്ളവരെല്ലാം ജോലി തേടി നാട് വിട്ടവരാണെന്ന് മാത്രം മനസ്സിലായി. ഏതോ ഒരു രാത്രിയിൽ വീണ്ടും പത്യമാരിൽ നിന്ന് കടലിലേക്ക് എടുത്തെറിഞ്ഞു. നീന്തി തളർന്ന് കരക്കടിഞ്ഞു. കൂടെയുള്ളവരെല്ലാം ഓരോ വഴിക്ക് പോയി. ഞാൻ എൻ്റെ വഴിക്കും. കരിക്ക് വെട്ടിവെക്കുന്ന റഹ്മാനിക്കയുടെ സഹായത്താൽ സിംഗപ്പൂരിലെ മിലിറ്ററി ഹോസ്പിറ്റലിൽ ടീ ബോയ് ആയിട്ട് ജോലി കിട്ടി. കള്ളപ്പേരിൽ ഇത്രയും നാൾ ജീവിച്ചു. പേടിച്ചിട്ടാ കത്തയക്കാതിരുന്നത്. പോലീസ് പിടിച്ചാലോ. വീട്ടിലേക്ക് ഞാൻ കൊടുത്തയച്ച കാശൊന്നും അവിടെ കിട്ടിയിട്ടില്ലെന്ന് വാസു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. സാറാകുട്ടിയെ കെട്ടിച്ചയക്കാൻ വന്നതാ. കല്ലറ പണിയാനാ വിധി. എന്റെ പെങ്ങളെ അമ്മച്ചി നോക്കിയില്ല പറഞ്ഞു കുഞ്ഞ്. പാപ്പിച്ചേട്ടൻ മരിച്ചതും ശൗരി പോയതും ഒക്കെ ഞങ്ങള് കാരണമാണെന്നും പറഞ്ഞ് പിണങ്ങി നടക്കുകയായിരുന്നു സാറേയും അറിയിച്ചെടുത്തേയും. അടുക്കാൻ എത്ര നോക്കിയിട്ടും അടുത്തില്ല. എഴുതി അറിയിക്കാൻ ശൗര്യയുടെ വിലാസവും ഇല്ല. വീട്ടിലെ പ്രശ്നങ്ങളാണെങ്കിൽ അതിലേറെ. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സാരമില്ല പറഞ്ഞു കുഞ്ഞ്. മനസ്സ് നന്നങ്ങ് പറഞ്ഞു പോയതാ. ആ ചെട്ടിയാരെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ വീട് ഒഴിപ്പിച്ചെടുക്കണം. അതുവരെ കാണും ഞാനിവിടെ. അത് കഴിഞ്ഞ പോവും. തിരിച്ചു പോകണം. ജീവിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. ആത്മഹത്യ ചെയ്യുന്നത് ആണത്തമല്ലാത്തതുകൊണ്ട്. പോകരുത് ശൗര്യൻ, എങ്ങും പോകരുത്. മറ്റാരുമില്ല ഞങ്ങൾക്ക്. കഥ വായിച്ചില്ലേ? വായിച്ചു. വായിച്ചേ ഉള്ളൂ. എന്നെ കണ്ടില്ലേ? പാർവതി കുഞ്ഞെ, ഇവിടുന്ന് പോകരുത്. നാട്ടിൽ വഞ്ചനയുടെ കല്ലിട്ടും നാട്ടാരുടെ കണ്ണിൽ പൊടിയിട്ടും നാടുനീളെ അധികാരക്കൊടി പറപ്പിച്ച് വോട്ടിട്ടു ജയിപ്പിച്ച നാട്ടുകാരെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പാഞ്ഞു പോകുന്ന മന്ത്രിമാരല്ല ഇന്ന് ഈ നാട് ഭരിക്കുന്നത്. ഇവിടുത്തെ വായനശാലാ മുറ്റത്ത് നാടകം സംഘടിപ്പിക്കാനാണ് ഞാൻ ആദ്യമായി നാട്ടിൽ വന്നത്. ഒന്നും ഞാൻ മറന്നിട്ടില്ല. എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. എന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ഇന്ന് നാട് ഭരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ സന്ദേശം ഇന്നാട്ടിൽ പ്രചരിപ്പിച്ച ശൗരി. വർഷങ്ങൾക്ക് മുൻപ് ഇന്നാട്ടിനെ ചോറൂട്ടി വളർത്തുന്ന ആയിരപ്പറപ്പാടം സാക്ഷിയായി അന്യായത്തെ ഒറ്റയ്ക്കെതിർത്ത് ഒളിച്ചോടേണ്ടി വന്നു. അന്നത്തെ നിയമം ശൗരിയുടെ മേൽ കൊലപാതക കേസുകളാണ് ചാർജ് ചെയ്തത്. ഈ മന്ത്രിസഭ അധികാരത്തിൽ കയറിയതിനു ശേഷം തീരുമാനമെടുക്കാൻ വേണ്ടി ആദ്യമെടുത്ത കേസുകളിൽ ഒന്നാണത്. ആയിരപ്പറപ്പാടത്ത് അന്നു നടന്ന സംഘടനവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പിൻവലിക്കാൻ ഉത്തരവായിട്ടുണ്ടെന്ന ആ സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കട്ടെ. നമസ്കാരം സാർ. ബഷീറേ, ശൗരി? അതെ ബഷീറെ. വായനശാല മുറ്റത്ത് തോളോട് തോൾ ചേർന്ന് തന്നോടൊപ്പം നിന്നു താൻ പറഞ്ഞ ശൗരി. ഈ നാടിന് അന്നമൂട്ടിയ വീടിന് വേണ്ടി കുത്തുകൊണ്ട് മരിച്ച പാപ്പിമാപ്പിളയുടെ മകൻ ശൗരി. ബഷീറെ, താനെന്ന് ഞങ്ങളെ കൊണ്ട് കളിപ്പിച്ച നാടകത്തിലെ ശരിയായ ഹീറോ താനായിരുന്നു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. മന്ത്രിയായല്ലോ. നന്ദിയുണ്ട് ബഷീറെ. ഇങ്ങനെ ഉറക്കെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യങ്ങളും എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. എന്റെ അമ്മച്ചിയും പെങ്ങളും എല്ലാം ഞാൻ അറിഞ്ഞു. എങ്ങനെ മരിച്ചു താൻ അന്വേഷിച്ചോ? ശൗരി, നമുക്ക് പിന്നെ സംസാരിക്കാം. പറ്റില്ല. എനിക്കിപ്പോ സംസാരിക്കണം. തന്നോട്, മന്ത്രിയോടല്ല, എന്റെ ബഷീറിനോട്. നീ പോടാ ചെറ്റേ. എന്ത് ശൗരി, ഞാൻ പറയുന്നത് കേൾക്കണം. നാണമില്ലേ ബഷീർ തനിക്ക്? ഇറക്കുമതി ചെയ്ത വെപ്പാട്ടികളെ നിരത്തി നിർത്തി ഈ പന്ന ചെട്ടിയാരൊരുക്കിയ താലപ്പിലയിൽ നുണഞ്ഞ ഈ വീട്ടിനകത്ത് കാലുകുത്താൻ അന്നമൂട്ടുമേടെ തനിക്കൊന്നും കയറാൻ തോന്നില്ലല്ലോ. പാവങ്ങളെ നക്കാപ്പിച്ച കാശിന് ചവച്ച് നിന്നുകൊണ്ടിരിക്കുന്നവനായി ചെട്ടിയാര്. മന്ത്രി എഴുന്നള്ളിച്ച് നാട്ടുകാരുടെ സ്വാധീനം ഉറപ്പിക്കാൻ നോക്കുക. ഈ വീട്ടിൽ കാലുകുത്താൻ തന്നെ ഞാൻ സമ്മതിക്കല. ശൗരി, ഞാൻ പറയുന്നത് കേൾക്കണം. പറ്റില്ല. ഞാൻ പറയുന്നത് താൻ കേൾക്കണം. என்ன சார் கேட்டிட்டு வாங்க சார் நீங்க.
MLA മന്ത്രിയാകാനുള്ള ഏണിപ്പണി മാത്രമല്ല രാഷ്ട്രീയം, അത് മറക്കരുത്. പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ടവനാ ശൗരി പൊന്നിച്ചെട്ടി. പാർട്ടിക്ക് വേണ്ടപ്പെട്ടവനോ? നാട്ടുകാരുടെ ശത്രു എങ്ങനെ പാർട്ടിയുടെ ബന്ധുവാകും? നിങ്ങൾ പറയുന്ന പരാതിയൊന്നും നാട്ടുകാർക്ക് അയാളെ പറ്റിയില്ല. ഉണ്ട് ബഷീറെ, ആരും അത് പറയുന്നില്ലെന്നേ ഉള്ളൂ. എന്തുകൊണ്ട് പറയുന്നില്ല? പേടിച്ചിട്ട്. ആരെ പേടിച്ച്? നാട് ഭരിക്കുന്ന നിങ്ങളെയൊക്കെ തന്നെ. വോട്ട് ചെയ്യുന്ന നാട്ടുകാർ തന്നെ നിങ്ങൾക്ക് എന്ന അധികാരമുണ്ടല്ലോ, അതിനെ പേടിച്ചിട്ട്. നിയമസഭയല്ലല്ലോ, ഇതുപോലുള്ള പുന്നച്ചെട്ടികളാണല്ലോ ഇപ്പൊ നിയമങ്ങൾ പാസ്സാക്കുന്നത്. തന്റെ തോന്നലാണ്. തോന്നലോ? ഈ ഇരിക്കുന്ന വാസുവിന്റെ ജോലി എങ്ങനെ പോയി? വാസുവിനെ തിരിച്ചെടുക്കും. വാസുവിനെ തിരിച്ചെടുക്കും. വാസു മന്ത്രി ബഷീറിന്റെ സുഹൃത്തായതുകൊണ്ട്. ഒരു വാസുവിനെ തിരിച്ചെടുത്തതുകൊണ്ടായില്ല. പൊന്നച്ചെട്ടിയുടെ അക്രമങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ, അതിനെതിരെ ശബ്ദമുയർത്താൻ നാട്ടുകാർക്ക് ധൈര്യം കൊടുക്കണം. തന്നെ കൊണ്ടാവൂ? ഞാനും ഒരു മന്ത്രി എന്നല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? താൻ ഒറ്റയ്ക്ക്? തന്നെ വോട്ടിട്ട് ജയിപ്പിച്ച നാട്ടുകാരല്ലേ തന്റെ കൂടെ? പാർട്ടിക്ക് കൂട്ടായ ഒരു ഡിസിപ്ലിൻ ഉണ്ട് ശൗരി. ഡിസിപ്ലിൻ? നാട്ടുകാരെ കണ്ണി പൊടിയിട്ട് നാട് നശിപ്പിക്കുന്ന ഇൻഡിസിപ്ലിൻ. നമുക്ക് സംസാരം ഇവിടെ നിർത്താം. തോമസ്, ബഷീറെ, ഞാൻ ഇനിയും സംസാരിക്കും. തന്റെ മന്ത്രിമന്ദിരത്തിന്റെ വാതിക്കലോ സെക്രട്ടേറിയറ്റ് പഠിക്കലോ അല്ല, ഞങ്ങളുടെ ആയിരപ്പുറ പാടത്ത്. ഭരിക്കാൻ വേണ്ടി താനും അവിടെ വന്നൊരു നാടകം കളിച്ചാണല്ലോ. അന്ന് നാടകം കണ്ട് കൈയടിച്ച നാട്ടുകാരെല്ലാം ഇപ്പോ ചെട്ടിയാർ റേഷൻ കട വാതിക്ക ക്യൂ നിൽക്കുക കഞ്ഞി കുടിക്കാൻ. ഞാൻ അവരെ ഒന്നിച്ച് നിരത്തി നിർത്തും. ആ പീറ ചെട്ടിയാർക്കെതിരെയല്ല, ഇത്തരം കീടങ്ങളെ നാട്ടുകാരുടെ ചോരകൂട്ടി വളർത്തുന്ന അന്യായത്തിനെതിരെ. അത് രാഷ്ട്രീയമാണെങ്കിൽ താൻ ഉൾപ്പെടുന്ന രാഷ്ട്രീയത്തിനെതിരെ. രാഷ്ട്രീയത്തിലൊരു തെറ്റുമില്ല ശൗരി. മന്ത്രി കസേരയിൽ ഇരുന്ന എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നത് തന്നെ ബഷീറെ. നമ്മുടെ നാട്ടിൽ ഒരു പൈസ മുടക്കില്ലാത്ത ഏറ്റവും നല്ല വ്യവസായമായി മാറിയിരിക്കുന്നു രാഷ്ട്രീയം. വാ, ഞാൻ ഇനിയും വരും. തന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ അന്ന് എന്റെ അവിടെ നിൽക്കണം. വാ. വരട്ടെ.